യഥാർത്ഥത്തിൽ JDUവിൻ്റെ പിന്നാലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ തൽക്കാലം അവർ NDAയിലേക്ക് പോകില്ല എന്ന് നമുക്ക് സാമാന്യ യുക്തി വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം ബംഗാളിൽ 30% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ കഴിയാത്തവരായി മമതാ ബാനർജി മാറുന്നുണ്ടോ? ഇന്നിപ്പോൾ നേരത്തെ ഇവിടെ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, CPIMൻ്റെ നിരവധി പ്രവർത്തകർ ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയോടൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവിടെ അധീർ രഞ്ജൻ ചൗധരിയെ പോലുള്ള നേതാക്കളുടെ ആവശ്യം കോൺഗ്രസ് സഹകരിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസുമായിട്ടല്ല, CPMുമായി അല്ലെങ്കിൽ ലെഫ്റ്റുമായിട്ടാണ് എന്നുള്ളതാണ്. അത് വിടുക. പക്ഷേ മമതാ ബാനർജി സഹകരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എത്ര കണ്ട് ഗൗരവമായി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? യഥാർത്ഥത്തിൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ച ഒരു ലക്ഷ്യബോധം ഇല്ലെന്നാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? മതേതരത്വ സംരക്ഷണം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ദേശീയ ഫോറമാണ് നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന്റെ ആദ്യത്തെ തുടക്കം എന്നുള്ളതെങ്കിൽ ഇടയ്ക്കൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. നേരത്തെ ഏതെല്ലാം സമയത്ത് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ മൊറാർജി ദേശായി കൊണ്ടുവന്ന അന്നത്തെ മുന്നണിക്കും ഇതുപോലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കാരണം ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള നിർണായകമായ ചർച്ചയിൽ ചില ആളുകളും അവരുടെ പ്രാദേശികമായ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ ചിലപ്പം ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിച്ചിരിക്കാം. ഇവിടെ നികേഷ് എന്നോട് ചോദിച്ച ഇവിടെ ഈ പ്രശ്നം അവിടെ സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയല്ലേ ഒരാൾ മാറുന്നത്. ഒരു ആദർശപരമായ സമീപനം അതിനകത്ത് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. അധികാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു കാലൊന്ന് മാറ്റി ചവിട്ടിയാലും ശരി അധികാരമാണ് വലിയത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ആ നിലയിൽ തന്നെ സംസാരിച്ചു പോകാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ആവശ്യം എന്താ? നമ്മളുടെ ആവശ്യം നമ്മൾ രാജ്യത്തിൻ്റെ ഒരു മോചനമാണ്. എങ്ങനെ ഭരണഘടന സുസ്ഥാപിതമായി പോകുവാനും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുമിച്ച് ഇന്ത്യയിൽ ഒരേ ശക്തിയോടുകൂടി പ്രവർത്തിക്കുവാനും പറ്റുന്ന ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച കാണിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. എൻ്റെ എലുകയിലും ഏരിയയിലും ആരും കയറരുത്, ഇതിൽ ഞാൻ തന്നെ എന്നൊരു വാശി എടുക്കാതിരിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടിക്കലായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയുള്ള സമീപനം എടുക്കുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാണ്. ആ സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ കക്ഷികൾ, ചിലപ്പോൾ പ്രാദേശിക കക്ഷിയായിരിക്കും അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ഫോഴ്സ്. അപ്പോൾ അതുമായി സഹകരിച്ച് താൽക്കാലികമായി എന്തെങ്കിലും ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും ശരി, അതൊക്കെ നോക്കി മുന്നോട്ട് പോകണം. നോക്കൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളെ പോലെ ഒരു മുതിർന്ന നേതാവിന് അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ടോ എന്നാണ് നേരത്തെ ശ്രീ KJ ജേക്കബ് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, പറ്റ്നയിൽ ഈ യോഗം വിളിക്കുന്നതിന് മുമ്പ് നിതീഷ് കുമാർ അടുപ്പിച്ചത് മമതാ ബാനർജിയെയും അരവിന്ദ് കെജ്രിവാളിനെയുമാണ്. കോൺഗ്രസുമായിട്ട് മുഖാമുഖം നോക്കാത്ത രണ്ട് പാർട്ടികളെ ഒരു മുന്നണി യോഗത്തിലേക്ക് കൊണ്ടുവരികയും ആ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിൽ പോലും നിതീഷ് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് 2-3 യോഗങ്ങൾ നടന്നു. പക്ഷേ ആ 2-3 യോഗങ്ങളിലൊന്നും ഒരു കൺവീനറെ നിശ്ചയിച്ച് ആ യോഗ നടപടികൾ അല്ലെങ്കിൽ എങ്ങനെ ആ മുന്നണി പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് ഒരു ഘടനാപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിന് മുൻകൈയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായുമില്ല എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴോ നിതീഷ് കുമാർ ഇനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയേക്കുമോ എന്നുള്ള ആശങ്കയെ തുടർന്ന് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും അതിന് വിലങ്ങ് തടി വെക്കാൻ വേണ്ടി ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നു. ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ അവസാന തീരുമാനമെടുക്കുന്ന ഘട്ടം ഇന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൺവീനർ ആകട്ടെ എന്നുള്ളൊരു തീരുമാനം വന്ന സമയത്ത് രാഹുൽ ഗാന്ധി കയറി പറഞ്ഞു മമതയോടുകൂടി ഒന്ന് ചോദിക്കട്ടെ എന്ന്. അവിടെ ആ യോഗത്തിൽ ഏറ്റവും ഒടുവിൽ ഖാർഗെ വിളിച്ച വെർച്വൽ മീറ്റിങ്ങിൽ 10 മിനിറ്റ് മുമ്പ് ക്യാമറ ഓഫാക്കി പോയി. അവിടെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ BJPയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെങ്കിൽ ഇതിലൊക്കെ തന്നെയും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആര് നേതാവാകുന്നു എന്നുള്ളതല്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കണമായിരുന്നു. അതിന് നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പിന്നെ അതിനിടയിൽ 3-4 മാസം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മുന്നണിയെ നിശ്ചലമാക്കി നിർത്തി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ശ്രീ KJ ജേക്കബ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. സാർ മികച്ച ഞാനൊരു കാര്യം പറയാം.
ഈ കാര്യത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ പ്രൈം മിനിസ്റ്റർഷിപ്പിലോട്ടില്ല, പുതിയ ആൾ വരട്ടെ, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരട്ടെ എന്നുള്ള നിലയിലാണ് നിന്നത്. ആ രൂപത്തിൽ ചില ചർച്ചകളും നടന്നല്ലോ. ആ ചർച്ചകളുടെ അവസാനമാണ് ഇവിടെ കൺവീനർഷിപ്പിനെ കുറിച്ച് വന്നത്. കൺവീനർഷിപ്പിൽ ഞങ്ങളുമായിട്ടല്ല തർക്കം, മമതാ ബാനർജിയായിട്ടാണ് തർക്കം. മമതാ ബാനർജിയോട് ചോദിക്കട്ടെ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബ്രോഡ് മൈൻഡഡ്നെസ് അല്ലേ നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിന്റെ വിശാലമായ ഒരു മനസ്സല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കത്തിനകത്ത് ഈ മുന്നണിയേ വേണ്ട എന്നൊരു നിലപാടെടുത്ത് പോകാമോ? മുന്നണി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ അതിനകത്ത് ഒരു തർക്കം ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല പ്രൈം മിനിസ്റ്റർഷിപ്പിന് കോൺഗ്രസിനകത്ത് നിന്ന് ആളുകൾ ഇപ്പൊ ഇല്ല എന്ന രൂപത്തിലുള്ള വാർത്തകൾ തന്നെ വന്നതല്ലേ, ആരും നിഷേധിച്ചില്ലല്ലോ. അപ്പം പ്രശ്നം അതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടുള്ള തർക്കവുമല്ല. തർക്കം വന്നത് വേറെ ചില കേന്ദ്രങ്ങളിലാണ്. ആ തർക്കം പരിഹരിക്കുന്ന കാര്യത്തിൽ നേരത്തെ ഒരുമിച്ച് നിന്നവരാണ്. ഇവിടെ അറിയാവുന്ന മമതാ ബാനർജിയായിട്ട് ഇവർ യോജിച്ച് തന്നെ നേരത്തെ നിന്നതാണ്. പിന്നീട് വന്ന് ഇടയ്ക്ക് വന്ന് തെറ്റി. അതൊന്നും കോൺഗ്രസിന്റെ കുറ്റമല്ലല്ലോ. എന്തിനും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താം. പക്ഷെ ഈ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് എന്തെങ്കിലും കഥയുണ്ടോ എന്ന് നിഷ്പക്ഷമതികൾ അതാണ് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു